പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച MES കോളേജ് കൊച്ചി AICTE അംഗീകാരവും MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, BCom മാർക്കറ്റിംഗ്, BBA, BCA, BA ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് 2024-25 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു. യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് 3 വിഷയങ്ങൾക്ക് 80% കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു. ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു. MES കോളേജ് കൊച്ചി, മുണ്ടംവേലി, നിയർ തോപ്പുംപടി, കൊച്ചി. കോൺടാക്ട് 0484298067 7902980067. കരുവേലിപ്പടി മഹാരാജാസ് സർക്കാർ ആശുപത്രി വികസന സമിതി യോഗത്തിൽ രൂക്ഷ വിമർശനം. കരുവേലിപ്പടി മഹാരാജാസ് ആശുപത്രിയിൽ വികസന സമിതി യോഗത്തിൽ അംഗങ്ങളുടെ രൂക്ഷ വിമർശനം. ആശുപത്രി പരിസരത്ത് വൃത്തിയില്ലായ്മ, കാട് പിടിച്ചു കിടക്കുന്ന ആശുപത്രി പരിസരത്ത് സാമൂഹ്യ ദ്രോഹികൾ താവളമാക്കിയത്, ലാബ് സൗകര്യമില്ലായ്മ, മറ്റ് ആശുപത്രികളിലേക്ക് കാരണമില്ലാത്ത രോഗികളെ മാറ്റുന്നത്, ആശുപത്രിയിലെ ആംബുലൻസ് രോഗികൾക്ക് അന്യമാവുന്ന അവസ്ഥ, പുതുക്കി പണിയുന്ന OP കെട്ടിടത്തിന്റെ പണി പൂർത്തിയാകാതെ അനന്തമായി നീണ്ടുപോകുന്നത് മൂലം താൽക്കാലികമായി ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലത്തേക്ക് പ്രായമായ രോഗികൾ പോകുന്നത് മൂലമുള്ള ബുദ്ധിമുട്ട്, പോസ്റ്റ്മോർട്ടം റൂം സജ്ജമായിട്ടും പ്രവർത്തനക്ഷമമാവാത്തത്, ക്യാൻറ്റീൻ പ്രവർത്തനം സജ്ജമാവാത്തത്, കിഫ്ബി പദ്ധതിയിലൂടെ തുറക്കപ്പെട്ട ആശുപത്രി നവീകരണ പരിപാടി എങ്ങും എത്താത്തത്, ആശുപത്രിക്ക് മുമ്പിലെ അപകടാവസ്ഥയിൽ കൂറ്റൻ മരം മുറിച്ചു മാറ്റുന്നതിൽ കാണിക്കുന്ന അനാസ്ഥ തുടങ്ങി ഒട്ടേറെ പരാതികൾ അംഗങ്ങൾ ഉന്നയിച്ചു. എന്നാൽ ഇവയിൽ ഭൂരിഭാഗവും കാര്യങ്ങൾ നടപടി ഉണ്ടാകാത്തത് തുടങ്ങി ഒട്ടേറെ പരാതികൾ നേരത്തെ ഒരു വർഷം മുമ്പ് ആശുപത്രി സന്ദർശിച്ച മന്ത്രിക്ക് മുന്നിൽ അംഗങ്ങൾ അവതരിപ്പിച്ചിരുന്നു. എന്നാൽ ഇവയിൽ ഭൂരിഭാഗവും കാര്യങ്ങൾക്കും നടപടി ഉണ്ടാകാത്തത് ആശുപത്രി വികസന സമിതി യോഗത്തിൽ അംഗങ്ങളുടെ രൂക്ഷ വിമർശനത്തിന് ഇടയാക്കി. യോഗത്തിൽ സംബന്ധിച്ച MLA, മേയർ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നിവരുടെ മുമ്പാകെയാണ് അംഗങ്ങൾ പരാതിപ്പെട്ടത്. ആംബുലൻസിന്റെ കാര്യത്തിൽ ഡ്രൈവറുടെ അഭാവം ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വികസന സമിതി ഫണ്ട് ഉപയോഗിച്ച് ഡ്രൈവറെ വയ്ക്കുന്നതിനും കരാറുകാരൻ മാറിയ പശ്ചാത്തലത്തിൽ പുതിയ OP കെട്ടിടം നിശ്ചിത സമയത്തിനകം പൂർത്തീകരിക്കുന്നതാണെന്ന് മേയർ യോഗത്തിൽ ഉറപ്പു നൽകുകയും ചെയ്തു. ഇഴഞ്ഞു നീങ്ങുന്ന ആശുപത്രി പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് തലത്തിൽ ബന്ധപ്പെട്ട് ഊർജിതമാക്കുമെന്ന് MLA വ്യക്തമാക്കി. പോസ്റ്റ്മോർട്ടം മുറിയുടെ വിഷയത്തിൽ നിലവിലുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് നഗരസഭ മുൻകൈയെടുത്ത് തന്നെ ഉടൻ പ്രവർത്തനം സജ്ജമാക്കുമെന്ന് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK അഷ്റഫ് പറഞ്ഞു. ആശുപത്രിക്ക് മുമ്പിലെ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമായി ടൈൽ വിരിക്കുന്ന നടപടി തുടങ്ങിയതായി മേയർ അറിയിച്ചു. ആശുപത്രിക്ക് മുമ്പിലെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരം മുറിച്ചു മാറ്റാൻ അടിയന്തര നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞുവെന്നും മേയർ അറിയിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷീബലാൽ, കൗൺസിലർ ഷീല തദവ്യൂസ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ PM ബഷീർ, മുസ്ലിം ലീഗ്, TM റിഫാസ്, PM അസ്ലം, കോൺഗ്രസ്, KM റിയാദ്, CPM ബാബു മേലക്കണ്ടത്തിൽ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. ആശുപത്രി സൂപ്രണ്ട് കാതറിൻ സുശീൽ പീറ്ററും യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.